രഹസ്യങ്ങളുള്ള ഒരു സിനിമ. എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായനം നേരുന്നു. ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ സിനിമ ചില സിനിമകൾ സംഭവിക്കുന്നതാണ്. എല്ലാ സിനിമയും നമ്മൾ തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമകളും. ഈ സിനിമയും അങ്ങനെ തുടങ്ങിയ ഒരു സിനിമ. ലിജോയെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വളരെ നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന്. എൻ്റെ വളരെയധികം ഇഷ്ടമായിരുന്നു. ലിജോ സിനിമയിൽ വന്ന കാലം നല്ലറിയാം. ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ ഷെയർ ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് അത് നടന്നില്ല. ആ നടക്കാത്തത് ഇങ്ങനെ ഒരു സിനിമ നടക്കുന്നു എന്നത് കൂട്ടി ദൈവം വിചാരിച്ചുകൊണ്ടായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച്. ഈ അവസരത്തിൽ ലിജോയോട് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനൊരു സിനിമ സത്യസന്ധമായി താങ്ക് യു ഷിബു, കൊച്ചുമോൻ, അനുമോൻ, ഇതിന്റെ പുറകെ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ അറിഞ്ഞോ അറിയാതെ ഇന്ന് ഈ സിനിമ തുടങ്ങി 1 വർഷമായ ദിവസമാണ്. 1 വർഷമായി ഞങ്ങൾ ഈ സിനിമ തുടങ്ങി. 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇതിന്റെ പുറകിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി, എന്തായിരിക്കും ഈ സിനിമ. ഒരു കഥ പറഞ്ഞു. ആ കഥയിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ ആ കഥ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ ആ കഥയുടെ വലിയ ക്യാൻവാസിലേക്ക് മാറുകയാണ്. ഇതിന് കാലദേശങ്ങളില്ലാത്തൊരു സിനിമയാണ്. ഇതിന് ടൈം ആൻഡ് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ കൊച്ചിലെ എനിക്ക് കുട്ടികൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങൾ കഥ കേട്ടാണ് ഉറങ്ങിയിരിക്കുന്നത്. എൻ്റെ അമ്മയും അമ്മയും അപ്പച്ചിയും ഉമ്മയൊക്കെ കിടന്നുറങ്ങുന്ന ആ സ്നേഹവലയത്തിൽ ആ ഉറക്കി കേട്ടിട്ട് കഥകൾ കേട്ടാണ് ഞങ്ങളൊക്കെ വളർത്തിയിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഒരു കഥയാണ്. ഒരു ഫെയറി ടെയിൽ, ഫോക്സ് സ്റ്റോറി അല്ലെങ്കിൽ ഫേബിൾ പോലെയൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഒരു നാടോടി കഥയാണ്. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പൊ അതിന് എല്ലാ ഇമോഷൻസും ഉള്ളൊരു കഥയാണ്. ഈ സിനിമയില് പ്രേമമുണ്ട്, പ്രണയമുണ്ട്, അസൂയുണ്ട്, വിഷമുണ്ട്, റിവഞ്ചുണ്ട്, ഇമോഷൻസ് ഉണ്ട്, ദേഷ്യമുണ്ട്, പരിഹാസമുണ്ട്, എല്ലാം. അതിൻ്റെ ഉള്ളിൽ ഒരു ഫിലോസഫി. നീ കണ്ടത് നിജം, കാണാത്തത് പോയി. നീ കണ്ടതെല്ലാം പോയി കാണാൻ പോകുന്നത് നിജം എന്ന് പറയുന്നത് ഒരു വലിയ ഫിലോസഫിയാണ്. ആ ഫിലോസഫി എന്താണെന്ന് ഈ സിനിമ കാണുമ്പോഴാണ്. പിന്നെ ഈ സിനിമ വളരെ വലുതായപ്പോൾ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സിനിമയല്ല. ഇതൊരു മലയാള സിനിമയല്ല. നിങ്ങൾ തമിഴിൽ കണ്ടാലും തമിഴ് സിനിമയായിട്ട് തോന്നണം, തെലുങ്കിൽ കണ്ടാൽ, കന്നഡയിൽ കണ്ടാൽ, ഹിന്ദിയിൽ കണ്ടാലും ആ സിനിമയായിട്ട് തോന്നണം. ഇതൊരു കാരണം കൊണ്ട് ഈ സിനിമ വലുതായി. അത് വലിയൊരു സ്പെക്ട്രമിലേക്ക് പോയി. ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ് മെയിൻലി, പിന്നെ മദ്രാസിലാണ്, ചിഞ്ചി ഫോർട്ട്. അതിൻ്റെ പ്രത്യേക കാരണം തന്നെ ഇത് എവിടാണ് എന്ന് നമ്മൾ പറയുന്നില്ല. ഇതൊരു കഥയാണ്. അതിലെ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവരും ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. കാരണം വളരെയധികം കഷ്ടപ്പാടുകൾ, ഇതൊരു എന്താ പറയേണ്ടത്, എനിക്ക് പറച്ചിലല്ല, ഒരു കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ സിനിമ. കാര്യം ക്ലൈമറ്റ് വൈസ് വളരെയധികം പ്രയാസപ്പെടുത്തി ഞങ്ങളെ. പൊടിക്കാറ്റുകൾ, പിന്നെ ഈ സിനിമയിലുള്ള പൊടി ഒക്കെ ഒരുപാട് പേര് ഹോസ്പിറ്റലായി. അതൊന്നും ഒരു കംപ്ലൈൻ്റ് അല്ല. അതിൻ്റെ കൂടെ സഹകരിച്ച് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും, ആ സിനിമയുടെ ഭാഗമായ ഇതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആൾ വളരെയധികം നന്ദി പറയുന്നു. ഈ സിനിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതിലെ കാസ്റ്റിംഗ് ആണ്. ഇപ്പൊ ഇവിടെ നൃത്തം ചെയ്ത സൊനാലി ഒരു മറാഠിയിലുള്ളൊരു ആക്ട്രസ്സാണ്. അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് ലിജോയുടെ കഴിവ്. ഇവിടെ ഇരിക്കുന്ന കഥ അല്ലെങ്കിൽ മനോജ്, ഹരീഷ, അതിലെ എല്ലാവരും, സുചിത്ര, ഓരോരുത്തരെ പറയാം. ചെറിയ റോള് ചെയ്ത മണികണ്ഠൻ, എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒറ്റ റോളായി പോലും രാജീവ് ഒക്കെ ഉണ്ട്. ഓരോരുത്തരെ എടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും അവരുടേതായ റോളുകൾ ചെയ്യാൻ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റോളിൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് തോന്നുന്നത് തന്നെ. ഒരുപാട് ഫോറിൻ ആക്ടേഴ്സും. അപ്പോൾ അതൊരു 10,000-2000 പേരുള്ള പല ദിവസങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത്.
മിനിമം 500 പേരെങ്കിലും ഈ സിനിമയുടെ എല്ലാ സെറ്റിലും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിനെ വളരെയധികം നന്നായിട്ട് ആ പ്രൊഡക്ഷൻ നോക്കി. ജോൺ, താങ്ക് യു. ജോൺ, സിനിമയെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. ഇതിലെ എന്താ പറയേണ്ടത്, പിന്നെ ഇതിലെ ഗാനങ്ങൾ ഷെഫീഖാണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹമാണ് ഇതിൽ ട്യൂൺ ചെയ്തിരിക്കുന്നതിൽ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. റാക്ക് എന്നുള്ള പാട്ട് വലിയ അവകാശവാദമൊന്നും ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഇതിൽ പ്രവർത്തിച്ച എല്ലാവരും ഇന്ന് ഇവിടെ മിസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ക്യാമറാമാനാണ്. ഏറ്റവും മനോഹരമായ രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഷോട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. എല്ലാ സിനിമയും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഈ സിനിമ അതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ സിനിമയാണ്. അതിൻ്റെ ഒരു കളർ പാറ്റേൺ, അല്ലെങ്കിൽ അതിൻ്റെ കൊടുത്തിരിക്കുന്ന ഒരു വാം ടോണുകൾ, അതിൻ്റെ കോസ്റ്റ്യൂം, അതിൻ്റെ ലൊക്കേഷൻസ്, അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും, അതിൻ്റെ സെറ്റായ ഒരുപാട് കാര്യങ്ങൾ. സോ അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാര്യം ഒരു ആക്ടറിനൊരു അങ്ങനത്തെ ഒരു കഥ കിട്ടുക എന്നുള്ളതൊരു ഭാഗ്യമാണ്. അതൊരു നല്ല സംവിധായകൻ്റെ കൂടെയും നല്ലൊരു പ്രൊഡക്ഷൻ്റെയും കൂടെ കിട്ടുക എന്ന് പറയുന്നത് അതിലും ഭാഗ്യമാണ്. ഞാൻ സിനിമകൾ നിർമ്മിക്കുന്ന ആളാണ്, ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്കുള്ള ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ കഥാപാത്രം, അതിൻ്റെ അകത്തുള്ളൊരു ഫിലോസഫി. ഇപ്പൊ ഈ മലയക്കോട്ടെ വായുമൻ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ, വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ആൾക്കാർ വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. അയാൾക്ക് നേരിടാവുന്ന പ്രശ്നം അപ്പോൾ ഒരു വളരെയധികം പറയട്ടെ രഹസ്യങ്ങളുള്ള ഒരു സിനിമ. ആ രഹസ്യം പരസ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 25-ാം തീയതി ഇതിനെ തിയേറ്ററിലേക്ക് പോകുന്നത്. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. നല്ല സിനിമയെ കൈകീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് കേരളത്തിലെ. ഈ സിനിമയ്ക്ക് തന്നെ ഒരു ലൈഫുണ്ട്. ഇത് മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട, മലയാളത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇത് എല്ലാ ഭാഷയിലും, ഒരുപക്ഷെ വിദേശത്ത് പോലും നമുക്ക് ഇതിനെ സബ്ടൈറ്റിൽ ചെയ്തിറക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഒരു മീഡിയയുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടെയും ആൾക്കാരുണ്ട്. ഈ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, എൻ്റെ കൊളീഗ്സിനും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ ഒരു ചിത്രത്തിൽ പാട്ട് പാടാൻ കഴിഞ്ഞു. നമുക്ക് എല്ലാവരും ഓൾറെഡി കേട്ടു. പക്ഷെ നമുക്കൊരു ഭാഗ്യത്തിന് വേണ്ടി നല്ലൊരു 2 വരി ഇവിടെ പാടാമോ? അതൊരു പ്രത്യേക പാട്ടാണ്, അങ്ങനെ പാടാൻ പറ്റില്ല. അത് പറയാൻ കാര്യം അത് ഈ ബോഡി ടാപ്പിംഗ്, ബോഡി അല്ല, അതിൻ്റെ ഒരു താളമൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും അതിലില്ല. ദേഹത്തെ തട്ടി പറ്റുന്നത് ഇങ്ങനെ തട്ടി പാടില്ലേ? താളമില്ലാണ്ട് എങ്ങനെ പാടും? അപ്പൊ പാട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലേ ചെയ്യുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെ വേണ്ടല്ലേ?